ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈസി തന്നെ ഉണ്ടാക്കാൻ, പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്തിട്ടുള്ള പഴം എടുക്കരുത്. മീഡിയം സൈസിലുള്ള പഴുപ്പുള്ള പഴം വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിതുപോലെ വാട്ടുന്ന സമയത്ത് വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസിലുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 6 7 വേണ്ടി വരും ഈ ഒരു അളവിൽ ചെയ്യുന്ന സമയത്ത്. ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ 5 പീസും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴം വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 മുട്ടയാണ് ആവശ്യം വരുന്നത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരുപാട് മധുരമൊന്നും ചേർത്തിട്ടില്ല, 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഴം മധുരമാണല്ലോ എന്ന് കരുതിയിട്ടാണ് കുറച്ചെടുത്തത്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്ന സമയത്ത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു പീസ് വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും ആ പഴത്തിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് ആ ബ്രെഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒന്ന് കുക്കായി വന്നാൽ, മുട്ടയൊക്കെ ഒന്ന് കുക്കായി എന്ന് തോന്നിയാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗവും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതിനുള്ളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മുട്ടയുടെയും ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുക്കായി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.